ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ക്രിസ്മസ് കാലം കൂടി സമാഗതമായിരിക്കുന്നു. അശാന്തിയുടെയും അരക്ഷിതാവസ്ഥയുടെയും രാഷ്ട്രീയവും മതപരവും സാംസ്കാരികമായ തകർച്ചയുടെയും മധ്യയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായത്. അതേ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളും കടന്നു പോകുന്നത്. രാഷ്ട്രീയപരമായും എല്ലാ തരത്തിലും വളരെ തകർച്ചയുടെ ഒരു കാലഘട്ടം. പരസ്പരം കൊല്ലും, പോർവിളിയും മത്സരങ്ങളും വിദ്വേഷങ്ങളും അരങ്ങേറുന്ന കാലഘട്ടത്തിൽ വീണ്ടും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ദൂതുമായി ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. ആ ക്രിസ്മസിൻ്റെ പിന്നിൽ അനേകം പേരുടെ യാതനകളുണ്ട്. പ്രത്യേകമായി ആ ക്രിസ്മസ് ആഘോഷിക്കപ്പെടുമ്പോൾ അതിന് പിന്നിൽ യോസഫിൻ്റെയും മറിയയുടെയും സ്വപ്നമുണ്ട്. യോസഫും മറിയയും സ്വപ്നം കണ്ട അവരുടെ ദാമ്പത്യ ജീവിതം. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയാകുമ്പോൾ യോസഫ് അവളെ അപമാനിതയാക്കാതെ അവളെ ചേർത്ത് നിർത്തുന്നതായി തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറിയത്തിൻ്റെയും യോസഫിൻ്റെയും സ്വപ്നം ബലി കഴിച്ചെടുത്താണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിറവിയെടുത്തത്. ഒരു ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പദ്ധതികളൊക്കെ ചിലപ്പോൾ ബലി കഴിക്കേണ്ടി വരും. അനേകം പേരുടെ സ്വപ്നങ്ങൾ, അനേകം പേരുടെ ആശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടെടുത്താണ് ക്രിസ്തു പിറവിയെടുത്തത്. തീർച്ചയായും ഒരു ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏക അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് നല്ല മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നുള്ള ആശംസ ലഭിച്ചത്. നല്ല മനസ്സുണ്ടാവുക ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെ മനസ്സുകൾ ചിന്തകളിലും പ്രവർത്തികളിലുമൊക്കെ വികലമാകുമ്പോൾ, നല്ല മനസ്സിൻ്റെ ഉടമയാകുമ്പോൾ, നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമയാകുമ്പോൾ ക്രിസ്തു നമ്മളിൽ രൂപപ്പെടും എന്നുള്ളതാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല മനസ്സിനുടമയായിക്കൊണ്ട് എല്ലാവരെയും കരുതുവാനും, എല്ലാവരെയും സ്നേഹിക്കുവാനും, അശരണരെയും അഗതികളെയും ആരോരുമില്ലാത്തവരെയും ഒക്കെ പരിപാലിക്കുവാനും കരുതുവാനും ഒരു വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, ഒരു തലോടൽ കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് അനേകരെ ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് വഴി നടത്തുമ്പോഴാണ് നമ്മളിൽ ക്രിസ്തു രൂപപ്പെടുന്നത്, ഉരുവെടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല പിറവിക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.